شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ മുസമ്മിലാണ്. 4-ാമത്തെ ആയത്തിലാണ് നമ്മുടെ ചർച്ച. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. പരിശുദ്ധ ഖുർആൻ സാവകാശം അർത്ഥമറിഞ്ഞ് ആലോചിച്ച് ഓതുന്നതിനെ കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്. ഏറ്റവും അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത് നിത്യേന നമ്മൾ പതിവാക്കേണ്ട ചില സൂറകളും ആയത്തുകളും ഇവയെക്കുറിച്ചൊരു വിവരണമാണ് നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ചാണ് അവസാനമായി പറഞ്ഞു വെച്ചത്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 10 പ്രാവശ്യം ഓതിയാൽ അവനു വേണ്ടി സ്വർഗത്തിലൊരു കൊട്ടാരം നിർമ്മിക്കും. 20 തവണ ഓതിയാൽ 2 കൊട്ടാരങ്ങൾ, 30 തവണ ഓതിയാൽ 3 കൊട്ടാരങ്ങൾ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദസ്സിൽ പറഞ്ഞപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ പിന്നെ ഞങ്ങളെ സ്വർഗീയ കൊട്ടാരങ്ങൾ ഞങ്ങൾ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും, ഞങ്ങൾ ഒരുപാട് കൊട്ടാരങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങൾ എത്ര വർദ്ധിപ്പിച്ചാലും അത് നൽകാൻ അള്ളാഹു കഴിവുള്ളവനാണ്. അപ്പോൾ ഒരുപാട് തവണ ചൊല്ലാൻ നേരത്തെ മിനിമം രാവിലെയും വൈകുന്നേരം 10 പ്രാവശ്യം ഈ ഒരു വീട്, സ്വർഗത്തിലെ വീട് കിട്ടണമെന്നുള്ള നിലക്ക് നമ്മൾ പതിവാക്കുക, ചൊല്ലുക. മറക്കൂലല്ലോ ഇൻഷാ അല്ലാഹ്. രാവിലെ 10 വട്ടം, വൈകുന്നേരം 10 വട്ടം മിനിമം കേട്ടോ. പിന്നെ എത്രയാവാം, ഞാൻ മിനിമത്തിൻ്റെ കണക്കാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസം 2 വീട് നമുക്ക് സ്വർഗത്തിൽ നമ്മൾ ഉണ്ടാക്കി വെക്കണം. 10 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. വളരെ എളുപ്പമല്ലേ, കുറഞ്ഞ സമയം മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും പല ഹദീസുകളിലും സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഇഖ്ലാസിനോടൊരു ഇഷ്ടം മഹബത്തുണ്ടെങ്കിൽ, അത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പറയുന്ന സൂറയാണ് എന്നുള്ള നിലക്ക് അതിനോട് മഹബത്തുണ്ടെങ്കിൽ അത് മതി സ്വർഗപ്രവേശനത്തിന് കാരണമായി. പല ആളുകളോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമുക്കും ഇഷ്ടമാണ് അല്ലേ ഖുൽ ഹുവല്ലാഹു അഹദ്. പക്ഷേ എങ്ങനെ ഇഷ്ടം? അത് ഓതിയ വേഗം നിസ്കാരം കഴിയും. സുന്നത്ത് നിസ്കാരം, ഫർദ് നിസ്കാരങ്ങളൊക്കെ അത് ഓതിയ വേഗം കഴിയും. അതിനുവേണ്ടി നമ്മൾ ഓതും. അങ്ങനെയല്ല, ഖുൽ ഹുവല്ലാഹു അഹദിനോട് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പറയുന്ന ഒരു സൂറയാണ് എന്നൊരു മഹബത്ത് അതിനോടുണ്ടെങ്കിൽ, റബ്ബിനോടുള്ള മഹബത്തിൻ്റെ ഭാഗമായി അതിനോട് പിരിശം വെച്ചാൽ അത് വലിയ ഗുണമുള്ള സംഗതിയാണ്. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളെ തന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വകുപ്പുകളുണ്ട്. ഇനി മറ്റുള്ള ആളുകൾ അയാൾക്ക് വേണ്ടി ചൊല്ലിയാലും നരകത്തിൽ നിന്ന് അയാൾ മോചിതനാവും. ഇങ്ങനെ 2 വകുപ്പുകളാണുള്ളത്. അല്ല ഇത്താഖത്തുൽ കുബറ വല ഇത്താഖത്തുൽ സൂറ. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ആ വിഷയം അല്ലേ. അല്ല ഇത്താഖത്തുൽ കുബറ വലിയ മോചനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 1,00,000 ഇഖ്ലാസ് ഓതിയാൽ, സൂറത്തുൽ ഇഖ്ലാസ് 1,00,000 ഒരാൾ തനിക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഓതിയാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് മാനവന്റെ ശരീരത്തെ രക്ഷപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതേപോലെ പിന്നെ അൽ ഇത്താഖത്തു സുഗ്റയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു 70,000 തവണ കലിമത്ത് തൗഹീദ് മരിച്ചവനക്ക് വേണ്ടി ചൊല്ലിയാൽ, അല്ലെങ്കിൽ മരിച്ച ആൾ സ്വന്തത്തിന് വേണ്ടി ചൊല്ലിയാൽ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള മരണപ്പെട്ട ആർക്കെങ്കിലും വേണ്ടി ചൊല്ലിയാൽ അവരെയും നരകത്തിൽ നിന്ന് മോചിതരാക്കും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ആ ഒരു 70,000 ദിക്ർ ചൊല്ലുന്നൊരു സദസ്സ് സംഘടിപ്പിച്ചു വരുന്നത്. അപ്പോൾ നമ്മളൊക്കെ ചൊല്ലി വെക്കാം. നമുക്ക് തന്നെ അത് മരണപ്പെടുന്നതിന് മുമ്പ് നമുക്കത് ചൊല്ലി വെക്കാവുന്നതാണ്. പിന്നെ അപ്പോൾ ഖുൽ ഹുവല്ലാഹുവിന് ഒരുപാട് നേട്ടങ്ങൾ പറയാനുണ്ട്. ഖുർആൻ്റെ 1/3 പാരായണം ചെയ്തതുപോലെയാണ് സൂറത്തുൽ ഇഖ്ലാസിനുള്ള സ്നേഹം സ്വർഗീയ പ്രവേശനത്തിന് കാരണമാണ്, അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് കാരണമാണ്. അത് ഓതി ദുആ ചെയ്താൽ ദുആ സ്വീകരിക്കും. അത് കൂടുതൽ പതിവാക്കുന്ന ആളുകളുടെ മയ്യത്ത് നിസ്കരിക്കാൻ മലക്കുകൾ ഹാജരാവും. സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു കുറേ ഓതിയാൽ അയാളെ മയ്യത്ത് നിസ്കാരത്തിന് മലക്കുകൾ ഉണ്ടാവുന്ന സ്വർഗത്തിൽ ധാരാളം കൊട്ടാരം ലഭിക്കും. ഫർദ് നിസ്കാര ശേഷം 10 തവണ പതിവാക്കിയാൽ ഇഷ്ടമുള്ള സ്വർഗ്ഗ കവാടത്തിലൂടെ പ്രവേശിക്കാൻ അവസരം ഉണ്ടാവും. സിറാത്ത് പാലത്തിൽ രക്ഷയുണ്ടാവും. മരണസമയത്ത് മലക്കിൻ്റെ റഹ്മത്ത് വരും. ഒരാൾ രാവിലെ 3 തവണ ഇത് ഓതിയാൽ, രാവിലെ
3 തവണ ഓതിയാൽ കണ്ണേറ്, സിഹർ, ശത്രുശല്യം തുടങ്ങിയ എല്ലാ വിഷമങ്ങളെ തൊട്ടും പകലിൽ കാവൽ നൽകപ്പെടും. വൈകുന്നേരം ഓതിയാൽ രാത്രിയിലും കാവൽ നൽകപ്പെടും. മഹ്ശറയിൽ ഇത് സഹായകമാവും. ഇങ്ങനെയൊക്കെ നിരവധി സംഗതികൾ നമുക്ക് ചുരുക്കി പറയാം. പിന്നെ അതിനുശേഷം നമ്മൾ പതിവാക്കുന്ന സൂറകളാണ് മുഅവ്വിദത്തൈനിയും സൂറത്തുൽ ഫലഖും. അതായത് സൂറത്തുൽ ഫലഖും നാസും. മുഅവ്വിദത്തൈൻ എന്ന് പറഞ്ഞാൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. എല്ലാത്തരം പേടികളിൽ നിന്നും അള്ളാഹുവിനോട് അഭയവും ആശ്രയവും തേടാനുള്ള അള്ളാഹു തന്ന സമ്മാനമാണ് 2 സൂറത്തുകൾ, അല്ലേ? നമുക്ക് കാണാൻ കഴിയാത്ത ശക്തികളുടെ ഷർറുകളിൽ നിന്ന്, മനുഷ്യ മനസ്സുകളിൽ ദുർബോധനം നടത്തുന്ന, ആവർത്തിച്ച് ദുർബോധനം നടത്തുന്ന, സംശയങ്ങൾ ഉണ്ടാക്കുന്ന പിശാച്, ഇതിൽ നിന്നൊക്കെ കാവൽ തേടാനുള്ള 2 സൂറകളാണിത്. ഈ 2 സൂറകൾ ഇറങ്ങിയതിനു ശേഷം സഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്, നിങ്ങൾ ഇതുകൊണ്ട് കാവൽ തേടുക. ഇത് 2 കൊണ്ടും കാവലിന് തേടുന്നത് പോലെ മറ്റൊന്നുകൊണ്ടും ഒരാൾ കാവൽ തേടിയിട്ടില്ല. അപ്പോൾ ഇത് വലിയ കാവലിനുള്ള സൂറകളാണ് എന്നർത്ഥം. എല്ലാ രാത്രിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാൻ വിരിപ്പിലേക്ക് ചെന്നാൽ ഇത് ഓതിയിട്ട്, ഫാത്തിഹയും ഇഖ്ലാസും ഇത് 2ഉം ഓതിയിട്ട് കൈകളിൽ ഊതി ആ കൈകൾ കൊണ്ട് ശരീരഭാഗങ്ങൾ തടവാറുണ്ടായിരുന്നു. തല മുതൽ തുടങ്ങി മുഖവും ശരീരവും എല്ലാം 3 തവണ തടവിയിരുന്നു എന്ന് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ കാണാം. അപ്പോൾ ഖുർആൻ ഊതിയ കൈകളിൽ ബർക്കത്തുണ്ടാവില്ല. അതുകൊണ്ട് ശരീരത്തിൽ തടവാൻ വേണ്ടി പറയുന്നത്. സൂറത്തുൽ ഫലഖ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്നുണ്ടാകുന്ന എല്ലാ ഷർറുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കാവലാണ്. കണ്ണേറ്, സിഹർ, അതേപോലെ തന്നെ മറ്റുള്ള ശല്യങ്ങൾ. സൂറത്തുൻ നാസ് മനുഷ്യ ജിന്ന വർഗ്ഗങ്ങളിൽപ്പെട്ട പിശാചുക്കൾ ഒരുക്കുന്ന കെണിവറകളിൽ നിന്നും മനുഷ്യന് മോചനം തേടാനുള്ള മാർഗവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല ദുആകൾ കൊണ്ടും ദിക്റുകൾ കൊണ്ടും ജിന്നുകളുടെയും മനുഷ്യരുടെയും കണ്ണേറിൽ നിന്നൊക്കെ കാവൽ തേടാറുണ്ടായിരുന്നു, മറ്റുള്ള ശല്യങ്ങളിൽ നിന്നും. പക്ഷേ മുഅവ്വിദത്തൈനി അവതരിച്ച ശേഷം പിന്നെ അത് 2 മാത്രമായി. അതുകൊണ്ടായി പിന്നെ കാവൽ തേടൽ. കാരണം അതിനേക്കാൾ നല്ലൊരു സംഗതി പിന്നെ എന്തില്ല, വേറെ കാവൽ തേടാനില്ല. അതുകൊണ്ട് മറ്റുള്ളതൊക്കെ ഉപേക്ഷിച്ചിട്ട് പിന്നെ ഈ 2 സൂറത്തുകൾ മാത്രം ഓതാൻ തുടങ്ങി. അപ്പോൾ നമ്മളത് പതിവാക്കുക. രാവിലെയും വൈകുന്നേരം ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 3 പ്രാവശ്യം എല്ലാം ഓതുക. പിന്നെ ഓതിയിട്ട് ശരീരത്തിൽ ഊതുകയും ചെയ്യുക. ഖുൽ ഹുവല്ലാഹു 3, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 3, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 3, ഫാത്തിഹ 1. എത്ര കൂടുതൽ ഓതിയാലും അത് ഗുണം തന്നെയാണ്, അൽഹംദുലില്ലാഹ്. പക്ഷെ പതിവായി നമ്മൾ കൊണ്ടുവരേണ്ട ചില സംഗതികളുണ്ടല്ലോ, അതങ്ങനെ തന്നെ എന്താക്കുക, ഓതുക. അപ്പോൾ ഈ രാവിലെ വൈകുന്നേരം മാത്രം 3 എണ്ണത്തിൽ നിർത്തുക എന്നല്ല ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. എപ്പോഴും ഓതാം, ഖുർആൻ എപ്പോഴും ഓതാം. പതിവായി കൊണ്ടുവരുന്നത് എന്തായാലും അങ്ങനെ തന്നെ നടക്കണം. പിന്നെ നമ്മൾ പതിവായി ശീലിക്കേണ്ട ചില സൂറകൾ, നമ്മൾ വീടുകളിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് പൈശാചികമായ ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഓതേണ്ടത് സൂറത്തുൽ ബഖറ, ആയത്തുൽ കുർസി തുടങ്ങിയ സംഗതികളൊക്കെയാണ്. സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടിപ്പോകുമെന്ന ഹദീസുകളിലുണ്ടല്ലോ, അല്ലേ? അതേപോലെ തന്നെ സൂറത്തു ആലി ഇമ്രാനും ചില ശ്രേഷ്ഠതകളൊക്കെ ഉണ്ട്, സൂറത്തുൽ ബഖറക്കും ചില ശ്രേഷ്ഠതകളുണ്ട്. സൂറത്ത് യാസീൻ നമ്മൾ എപ്പോഴും പതിവാക്കുന്ന സൂറയാണ്. സൂറത്തു യാസീനെ കുറിച്ച് പ്രത്യേകതകളെ ഉള്ളൂ, പ്രത്യേകതകളുടെ കൂമ്പാരമുള്ള സൂറയാണ് യാസീൻ, അല്ലേ? ഏത് പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും ഓതി ദുആ ചെയ്യാനുള്ള സൂറത്താണ് സൂറത്തു യാസീൻ. വലിയ പ്രതിഫലമുള്ള സൂറയുമാണ്. യാസീൻ 1 തവണ പാരായണം ചെയ്യുന്നതിന് 10 തവണ ഖുർആൻ പാരായണം ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1 തവണ യാസീൻ ഓതിയാൽ 10 തവണ പരിശുദ്ധ ഖുർആൻ മുഴുവൻ ഓതിയ കൂലിയാണ്, അല്ലേ? മുസ്ലിങ്ങൾക്കിടയിൽ ഇത് അറിയാത്ത ആൾക്കാരുണ്ടാവുമോ? അപ്പോൾ അതിൻ്റെ പ്രാധാന്യമൊക്കെ അവിടെ നിന്ന് മനസ്സിലാക്കാമല്ലോ, അല്ലേ? ചെറുപ്പം മുതലേ നമ്മൾ മദ്രസയിലൊക്കെ നമ്മൾ ആകെ പഠിപ്പിക്കാൻ മെനക്കെടുന്നത് യാസീനാണ്. നമ്മുടെ എല്ലാ ചടങ്ങുകളിലും യാസീൻ ഉണ്ടാവും, മരിച്ച വീടുകളിലും യാസീൻ ഉണ്ടാവും, ഖബറിടങ്ങളിൽ യാസീൻ ഉണ്ടാവും, മഹാന്മാരുടെ മസാറുകളിൽ സിയാറത്ത് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഖബറിടങ്ങളിൽ യാസീൻ ഉണ്ടാവും. എല്ലാ മുഅ്മിനിൻ്റെയും ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു യാസീൻ ഓതാത്ത സമയമില്ല. എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടാകുമ്പോൾ യാസീൻ ഓതും, അല്ലേ? സുബ്ഹാനല്ലാഹ്. നമ്മുടെ കൗമിനിടയിലൊരു പറച്ചിൽ തന്നെയുണ്ട്, NS കിട്ടാൻ യാസീൻ ഓതി, ഇപ്പോൾ പോയി കിട്ടാൻ യാസീൻ ഓതി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ യാസീൻ എന്നത് പല കാര്യങ്ങൾക്കും നമ്മൾ ആശ്രയിക്കുന്ന മഹത്തായ ഒരു സൂറയാണെന്നർത്ഥം. മുസ്ലിം ഉമ്മത്തിന് ഈ സൂറത്തിനോട് അഭേദ്യമായ ബന്ധം ഉണ്ട് എന്നതും ശരിയാണ്. എല്ലാറ്റിനും ഹൃദയമുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഹൃദയം യാസീനാണെന്ന് ഹബീബന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബൻ വഖൽബുൽ ഖുർആനി യാസീൻ. സൂറത്ത് യാസീൻ ഖുർആന്റെ ഹൃദയമാണ്. അള്ളാഹുവിനെ മുൻനിർത്തി, അള്ളാഹുവിന് വേണ്ടി
ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന ആൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കാതിരിക്കില്ല. നിങ്ങൾ മരണം ആസന്നമായവരുടെ അടുക്കൽ വെച്ചും മരിച്ചവരുടെ അടുക്കൽ വെച്ചും നിങ്ങൾ പാരായണം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സൂറത്തു യാസീൻ ഖൽബിലുള്ള ആളുകളെ മലായിക്കത്ത് പ്രത്യേകം പുകഴ്ത്തിയിട്ടുണ്ട് എന്നാണ്. അത് ഇറങ്ങിക്കിട്ടുന്ന സമുദായത്തെ പ്രത്യേകം അവർ ആശീർവദിച്ചിട്ടുണ്ട് എന്നാണ്. തൂബാലി ഉമ്മത്തിൻ യൻസിലു ഹാദാ അലൈഹിം. സൂറത്ത് യാസീനിനെയും സൂറത്ത് ത്വാഹയെയും ചൂണ്ടിയിട്ടാണ് മലായിക്കത്ത് പറയുന്നത്, ഈ രണ്ട് സൂറത്തുകൾ അവതരിച്ച് കിട്ടുന്ന ഉമ്മത്ത് മഹാഭാഗ്യവാന്മാർ അല്ലേ. ഏതായാലും അല്ലാഹു തആല സൂറത്തു യാസീൻ, സൂറത്തു ത്വാഹ എന്നീ രണ്ട് സൂറത്തുകൾ മലക്കുകൾ കേൾപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അത് കേട്ടിട്ടാണ് മലക്കുകൾ പറഞ്ഞത് ഈ സൂറത്തുകൾ അവതരിക്കുന്ന സമൂഹത്തിനാണ് സർവ്വസന്തോഷവും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഖുർആൻ 10 തവണ ഓതിയ പ്രതിഫലമാണ് ഒരു തവണ യാസീൻ ഓതിയാൽ. എന്തൊരു പ്രതിഫലമാണല്ലേ, എന്തൊരു കൂലിയാണ്. യാ റബ്ബ്, ഇത് മനഃപ്പാടമാക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ സൂറ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാവിധ ഐശ്വര്യങ്ങളുടെയും ബർക്കത്തിൻ്റെയും സമൃദ്ധിയുടെയും വാതിൽ തുറക്കുന്ന സൂറയാണ് സൂറത്തു യാസീൻ. രാത്രിയിൽ ആ സൂറത്ത് പാരായണം ചെയ്യുന്നവന് രാത്രിയുടെ ബർക്കത്ത് നൽകപ്പെടും, പകൽ പാരായണം ചെയ്യുന്നവന് പകലിലെ ബർക്കത്തും നൽകപ്പെടും, പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല. പ്രഭാതത്തിൽ ഓതുന്നവന് വൈകുന്നേരം വരെയും, വൈകുന്നേരം ഓതുന്നവന് രാവിലെ വരെയും അത് കാവലാണ് സൂറത്തു യാസീൻ. പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് അല്ലേ, നിരവധി പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ യാസീൻ നിങ്ങൾ നിയ്യത്താക്കിയിട്ട് ഓതുന്നത്, ആ പ്രശ്നം അതുകൊണ്ട് പരിഹരിക്കുമെന്നാണ്. ഒരുപാട് ഹദീസുകൾ തന്നെ ഒരുപാട് സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. വിശപ്പുള്ളവന്, ദാഹമുള്ളവന്, എന്ത് കാര്യത്തിന് യാസീൻ ഓതിയാലും അത് പരിഹരിച്ചു കിട്ടും. വിശപ്പുള്ളവൻ യാസീൻ ഓതിയാൽ വിശപ്പ് മാറുമെന്ന് ഹദീസിലുണ്ട്. അത് രണ്ട് നിലക്കാവാം. ഒന്നുകിൽ ആ യാസീൻ ഓതി കഴിയുന്നതോടുകൂടെ അല്ലെങ്കിൽ അതിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഭക്ഷണത്തിൻ്റെ വലുപ്പോൾ അവന് കാണിച്ചു കൊടുക്കും. അതല്ലെങ്കിൽ അല്ലാഹു തആല അവൻ്റെ വിശപ്പ് മാറിയതായി അവനെ ബോധ്യപ്പെടുത്തും. റബ്ബിനിപ്പോൾ എല്ലാം കഴിയാലോ. ഏത് നിലക്കുമാവാം. എല്ലാ തിന്മകളെയും പ്രതിരോധിക്കുന്ന സൂറ കൂടിയാണ് സൂറത്തു യാസീൻ. സർവ്വ ആവശ്യങ്ങളും സഫലീകരിക്കുന്ന സൂറയുമാണ്. ആഗ്രഹങ്ങളുടെ താക്കോലാണ് എന്നാണ്. നിരവധി ആവശ്യങ്ങളും പ്രശ്നങ്ങളും യാസീൻ കൊണ്ട് പരിഹരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ വിശക്കുന്നവൻ ഓതിയാൽ വിശപ്പ് മാറും, ദാഹിക്കുന്നവൻ ഓതിയാൽ ദാഹം തീർത്തു തരും, വസ്ത്രമില്ലാത്തവൻ വസ്ത്രം ലഭിക്കും, പേടിക്കുന്നവൻ ഓതിയാൽ പേടി മാറും, ഏകാന്തത ഒറ്റക്കാണ് വിഷമിച്ചാൽ അവനൊരു കൂട്ടുകാരനെ കിട്ടും, ദരിദ്രൻ ഓതിയാൽ അവൻ്റെ ആവശ്യങ്ങൾ അല്ലാഹു തആല തീർത്തു കൊടുക്കും, തടവറയിലുള്ളവൻ മോചിതനാവും, വഴിതെറ്റിയ ആൾ ഇത് ഓതിയാൽ അല്ലാഹു തആല വഴി കാണിച്ചു കൊടുക്കും, കടം കയറി വിഷമിക്കുന്നവൻ ഓതിയാൽ കടങ്ങൾ വീട്ടി റാഹത്താക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ യാസീൻ ഉണ്ടാക്കും. മനസ്സറിഞ്ഞ് ആ നിയ്യത്ത് വെച്ചിട്ട് ഉറപ്പാണ് എന്നുള്ള നിലക്ക് പരിഹാരമുണ്ടാകുമെന്ന ഉറപ്പുള്ള നിലക്ക് ഓതിയാൽ അതൊക്കെ പിന്നെ എന്താണ് പറയുക, നിർവഹിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാഹ്. മയ്യത്തിൻ്റെ അടുത്ത്, മരണമാസന്നമായവരുടെ അടുത്തും മരിച്ചു കഴിഞ്ഞവരുടെ അടുത്തും യാസീൻ ഓതാം. മരണമാസന്നമായ ആളുകൾ അടുത്ത് ഓതുമ്പോൾ പ്രത്യേകിച്ച് യാസീൻ ഓതുകയാണെങ്കിൽ അവിടെ റഹ്മത്തിൻ്റെ മലായിക്കത്ത് വരാനും അദ്ദേഹത്തിൻ്റെ റൂഹ് പിടിച്ചു കൊണ്ടുപോകുന്ന എളുപ്പമാവാനും ഒക്കെ അത് സഹായിക്കുമെന്ന് കിതാബുകളിൽ കാണാം. അപ്പോൾ മരണമാസന്നമായ ആളുകളുടെ അടുക്കൽ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അവിടെ നിലവിളിക്കുകയോ സങ്കടപ്പെടുകയോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുകയോ പിന്നെ ബേജാറാവോ എന്നല്ല. ആ പോകുന്ന ആ മയ്യത്തിൻ്റെ ആത്മാവിന് നമ്മൾ നല്ല നിലക്ക് യാത്രയാക്കുക. ആ ഒരു രംഗം, ഒരു സജ്ജീകരണം അവിടെ ചെയ്ത് കൊടുക്കുക. മലായിക്കത്തിന് വരാനുള്ള പരിശുദ്ധ ഖുർആന്റെ ശബ്ദമുള്ള രംഗം, ആ ഒരു അവസരം അവിടെ ഉണ്ടാക്കി കൊടുക്കുക. എന്തായാലും അവർ പോവുകയാണ്. അപ്പോൾ ഒരു നല്ല നിലയ്ക്ക് നമ്മൾ പറഞ്ഞേക്കാനുള്ള വാപ്പേട്ടന്മായിട്ട് ആരാവട്ടെ. മരണമടഞ്ഞ ആളുകൾക്കും യാസീൻ ആശ്വാസമാണ്. മയ്യത്തിൻ്റെ സമീപത്തും ഖബറിടങ്ങളിലും യാസീൻ ഓതാ ദുആ ചെയ്യുന്ന സമ്പ്രദായം തന്നെ നമ്മുടെ നാട്ടിലൊന്നുമില്ല അല്ലേ. മരിച്ചാൽ തന്നെ യാസീൻ ഓതുക എന്നാ പറയാം അല്ലേ. യാ റബ്ബ്, ഒരുപാട് കൂലിയാണെന്നാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അതിൽ പിന്നെ ഹദീസുകളിലൊക്കെ അതുകൊണ്ട് നിങ്ങൾ അവരുടെ അടുക്കൽ, മരണപ്പെട്ടവരുടെ അടുക്കൽ നിങ്ങൾ യാസീൻ ഓതണം. ഒരാൾ എല്ലാ വെള്ളിയാഴ്ചയും മാതാപിതാക്കളുടെയോ അഞ്ഞ് അതല്ല അവരിൽ ഒരാളുടെയോ ഖബർ സന്ദർശിച്ച് സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ യാസീൻ സൂറത്തിലെ ഓരോ അക്ഷരത്തിനനുസൃതമായി അവരുടെ പാപങ്ങൾ പൊറുക്കുന്നതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ അക്ഷരത്തിനനുസരിച്ചും അവരുടെ പാപങ്ങൾ പൊറുക്കുമെന്ന്. സുബ്ഹാനല്ലാഹ്. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ നമുക്ക് സംബന്ധമായിട്ട് പറയാം. അടുത്ത ക്ലാസ്സിലാക്കാം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.